ശരി, ശ്രീ പി ജെ വിൻസെന്റ് കൂടി ചേരുകയാണ്. ശ്രീ പി ജെ വിൻസെന്റ്, താങ്കൾ ഫക്രുദ്ദീന്റെ അഭിപ്രായ പ്രകടനത്തോട് യോജിക്കുന്നുണ്ടോ? അവിടെ വരാൻ പോകുന്ന ഭരണകൂടം, അതായത് അൽ ഖ്വയ്ദയുമായി അടുത്ത് ബന്ധമുണ്ടായിരുന്ന ജുലാനിയുടെ നേതൃത്വത്തിൽ വരാൻ പോകുന്ന ഭരണകൂടം, അതിൽ പ്രതീക്ഷ അർപ്പിക്കേണ്ട കാര്യമില്ല, അതൊരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മറ്റൊരു രൂപമായിട്ട് തന്നെ വരാൻ പോവുകയാണ് എന്ന് അദ്ദേഹം പിന്തുണയ്ക്കുന്നത് അസദിനെ തന്നെയാണ്. നമുക്ക് ഭാവി പ്രവചനം അങ്ങനെ നടത്തുന്നതിൽ വലിയ കാര്യമില്ല. ചില വീക്ഷണങ്ങൾ അവതരിപ്പിക്കാം എന്നത് മാത്രമേ ഇന്നത്തെ നിലയ്ക്ക് സാധിക്കുകയുള്ളൂ. അതൊരു ട്രാൻസിഷണൽ ഫേസിലാണ് ഇപ്പോൾ സിറിയ നിൽക്കുന്നത്. അതൊരു പരിവർത്തന ഘട്ടത്തിലാണ്. ഏത് രൂപത്തിലാണ് അത് സ്വയം പരിവർത്തനത്തിന് വിധേയമാവുക എന്നതിനെ ആശ്രയിച്ചായിരിക്കും ആ രാജ്യത്തിന്റെയും ഇപ്പോൾ HTSന്റെയും ഭാവി. പക്ഷേ അഫ്ഗാനിസ്ഥാന്റെ കാര്യത്തിൽ നമ്മളുടെ അനുഭവം വളരെ കൃത്യമാണ്. 1996 മുതൽ 2001 വരെ അധികാരത്തിലിരുന്ന തലിബാൻ 2021 ദീർഘമായ 2 ദശാബ്ദത്തിന് ശേഷം തിരിച്ചു വന്നു. അപ്പോൾ തലിബാൻ 2.0 എന്ന പേരിൽ നമ്മൾ ഒരു പുതിയ തലിബാനാണിത് എന്ന നിലയിൽ ചർച്ച ചെയ്യുകയുണ്ടായി. പക്ഷേ ആഭ്യന്തര നയങ്ങൾ എടുത്താൽ തലിബാന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നത് സുവ്യക്തമാണ്. അങ്ങേയറ്റം പ്രാകൃതമായ മധ്യകാലഘട്ടത്തിലെ ശരിയ നിയമങ്ങളും പഷ്തൂൺ വാലി എന്ന ഗോത്ര നിയമങ്ങളും ഒക്കെയാണ് അവർ അവിടെ നടപ്പാക്കുന്നത്. സമാനമായ ഒരു മാറ്റമാണ് HTS ഉണ്ടായിട്ടുള്ളത്. 2012 അറബ് അപ്രൈസിംഗിന്റെ ശേഷം 2011 അറബ് അപ്രൈസിംഗിനെ തുടർന്ന് 2012 അൽ നുസ്ര ഫ്രണ്ട് രൂപീകരിക്കുമ്പോൾ അത് അൽ ഖ്വയ്ദയോട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നിലനിന്നിരുന്നത്. 2016 ശേഷം അവര് അബൂബക്കർ അൽ ബഗ്ദാദി ഇസ്ലാമിക് സ്റ്റേറ്റുമായിട്ട് അഫിലിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവര് ഇസ്ലാമിക് സ്റ്റേറ്റിൽ നിന്ന് ഡിസ് അഫിലിയേറ്റ് ചെയ്ത് ഒരു സ്വതന്ത്ര നിലപാടെടുത്തു. അങ്ങനെയാണ് പിന്നീട് അവർ HTS എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഇദ്ലിബ് കേന്ദ്രമായി നിന്നത്. ഇപ്പോൾ അവര് ഇറാന്റെ പ്രോക്സി എന്ന നിലയ്ക്ക് ഹിസ്ബുള്ളയെ കാണുന്നത് പോലെ തുർക്കിയുടെ ഒരു പ്രോക്സി എന്ന നിലയിലാണ് ഇപ്പോൾ HTS പ്രവർത്തിക്കുന്നത്. 2016 അലപ്പോ കീഴടക്കിയ സന്ദർഭത്തിൽ ഇദ്ലിബ് കേന്ദ്രമായിട്ട് അബു മുഹമ്മദ് അൽ ജലാനിയുടെ സംഘത്തെ പൂർണ്ണമായും തകർക്കണമെന്ന അഭിപ്രായമായിരുന്നു അന്ന് ബാഷർ അൽ അസദിനുണ്ടായിരുന്നത്. എന്നാൽ തുർക്കിയുടെ അതിർത്തിയിലേക്ക് ഒരു സൈനിക നീക്കം നടക്കുന്നത് റഷ്യയുടെ പിന്തുണയോടുകൂടി റഷ്യൻ സൈന്യം അവിടേക്ക് വരുന്നത് തുർക്കിക്ക് സ്വീകാര്യമായിരുന്നില്ല. കാരണം നാറ്റോയിൽ അംഗമായ രാജ്യമാണ് തുർക്കി. തുർക്കിയുടെ അതിർത്തിയിലേക്ക് റഷ്യൻ സൈന്യം വരുന്നു എന്ന സാഹചര്യമുണ്ട്. ഈ സന്ദർഭത്തിൽ തുർക്കിയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് സൈനിക നീക്കം അലപ്പോയിൽ അവസാനിപ്പിക്കുകയും ഇദ്ലിബ് രക്ഷപ്പെടുകയും ചെയ്തത്. ആ ഇദ്ലിബിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റിലെ പോരാളികളെയും ഫ്രീ സിറിയ ആർമിയിലെ മുജാഹിദുകളെയും ഒക്കെ സംഘടിപ്പിച്ച് ഒരു വലിയ പോരാട്ട സംഘമായി അവർ മാറി. അതേസമയം ഇറാനും അതുപോലെ റഷ്യയും ദുർബലമായ ആ സന്ദർഭം ഉപയോഗിച്ച് അവര് സിറിയ പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ HTSനെ സംബന്ധിച്ചിടത്തോളം അവർ നിലവിൽ ഞങ്ങൾ പാശ്ചാത്യ ശക്തികൾക്കെതിരല്ല എന്നും ഇസ്രായേലിനും അമേരിക്കയും എതിരല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പക്ഷേ അത് ശരിയായിരിക്കാം. ഇതേ നയം തന്നെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റും സ്വീകരിച്ചത് എന്നത് വളരെ പ്രധാനമാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് അവരുടെ നിയന്ത്രണത്തിൽ വന്ന ഉത്തര സിറിയയിലും ഉത്തര ഇറാഖിലും, പ്രത്യേകിച്ച് റാഖ കേന്ദ്രീകരിച്ചാണ് അവർ ഭരിച്ചത്. ആ മേഖലയിലുള്ള ഷിയാക്കൾ, ദ്രൂസുകൾ, ക്രിസ്ത്യാനികൾ തുടങ്ങി ന്യൂനപക്ഷ വിഭാഗങ്ങളെയും വംശീയ ന്യൂനപക്ഷങ്ങളെയും പൂർണ്ണമായി കൊന്നൊടുക്കുകയും തകർത്ത് ഇല്ലാതാക്കുകയും ചെയ്ത കാഴ്ച നമുക്കറിയാം. സമാനമായ രൂപത്തിലാണ് ഇപ്പോൾ HTSും ചെയ്യാൻ സാധ്യത. അവര് പക്ഷേ സിറിയൻ ദേശീയതയ്ക്ക് ചുരുങ്ങുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് ഇസ്രായേലിനെയോ അമേരിക്കനെയോ പ്രകോപിപ്പിക്കാതെ ഒരു സിറിയൻ ദേശീയ ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഒരു സലഫി ഇസ്ലാമിസ്റ്റ് മിലിറ്റന്റ് ടെററിസ്റ്റ് മൂവ്മെന്റ് എന്ന നിലയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അതോടൊപ്പം അവർ സിറിയൻ ദേശീയത കൂടി മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ സിറിയയുടെ ആഭ്യന്തര നയത്തിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും അവര് ശരിയ നിയമമായിരിക്കും നടപ്പിലാക്കുക. അവിടുത്തെ മതന്യൂനപക്ഷങ്ങളുടെ സുരക്ഷിതത്വം സംബന്ധിച്ച് തീർച്ചയായിട്ടും ആശങ്കപ്പെടേണ്ട എല്ലാ സാഹചര്യവും നിലവിലുണ്ട്. അതേസമയത്ത് തന്നെ ഇസ്രായേലിനോ ശ്രീ പി ജെ വിൻസെന്റ്, ഇപ്പോൾ സിറിയൻ ഭരണകൂടം, അസദ് ഭരണകൂടം ഹിസ്ബുള്ളയ്ക്കും അതുപോലെ ഹിസ്ബുള്ളയ്ക്ക് സഹായം ചെയ്തിരുന്നു, അതുപോലെ തന്നെ ഹമാസിനെ പിന്തുണച്ചിരുന്നു. അതേ പിന്തുണ തന്നെ ഈ വിമത സംഘത്തിന്റെ ഭാഗത്ത് നിന്ന്, ഈ സംഘടനയുടെ ഭാഗത്ത് നിന്ന് ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും കിട്ടുവാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇസ്രായേലാണല്ലോ അവിടെ പ്രതിരോധത്തിലാവുക. അങ്ങനെ ഒരു സാധ്യതയുമില്ല. ഇപ്പൊ തലിബാൻ സർവൈവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്?
താലിബാൻ സർവൈവ് ചെയ്യുന്നത് അവര് അൽ ഖ്വയ്ദയുമായിട്ടും ആഗോള ഇസ്ലാമിക ഭീകര പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള അവരുടെ ബന്ധം വിച്ഛേദിക്കുകയും അമേരിക്കൻ വിരുദ്ധ പാശ്ചാത്യ വിരുദ്ധ പ്രഘോഷണങ്ങളിൽ നിന്ന് പിന്നോട്ട് പോവുകയും അഫ്ഗാനിസ്ഥാന്റെ ടെറിട്ടറിയിലേക്ക് ചുരുങ്ങുകയും ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അവരവിടെ സർവൈവ് ചെയ്യുന്നത്. ഈ അനുഭവം HTS മുന്നിലുണ്ട്. അവര് ഇസ്രായേലിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ അവരുണ്ടാവില്ല. വളരെ എളുപ്പം അവര് തകർക്കപ്പെടുമെന്ന വസ്തുത അവർക്കറിയാം. മാത്രവുമല്ല, ഇപ്പോൾ ഈ HTS സംബന്ധിച്ചിടത്തോളം അവര് ഇസ്രായേലിനെതിരായിട്ട് ഒരു നിലപാട് സ്വീകരിച്ചില്ല എന്നുള്ളത് കാണണം. പ്രധാനപ്പെട്ട ഒരു വസ്തുത, ആ മേഖലയിൽ രൂപപ്പെട്ടു വന്ന ഷിയ സഖ്യം, അതിൽ 3 രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇറാനും ഇറാഖും സിറിയയുമായിരുന്നു. ആ സിറിയ ഇന്നില്ല. പിന്നീട് ഇറാന്റെ 100 കണക്കിന് പ്രോക്സികളാണ്, മൊബിലൈസേഷൻ ഫോഴ്സസ് എന്ന പേരിലും അതുപോലെ ഹൂത്തികൾ, പിന്നെ ഹിസ്ബുള്ള ഒക്കെയാണ്. ഈ സംഘങ്ങൾ പൂർണ്ണമായും തകർന്നു. ഇപ്പോൾ ഒരു സുന്നി മൂവ്മെന്റ് എന്ന നിലയ്ക്കാണ് HTS വരുന്നത്. സുന്നി രാഷ്ട്രമായ തുർക്കിയുടെയും അതുപോലെ ഖത്തറിന്റെയും ശക്തമായ പിന്തുണയാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഈ പിന്തുണ ഉപയോഗിച്ച് 75% സുന്നികൾ അധിവസിക്കുന്ന ഒരു രാജ്യമാണല്ലോ സിറിയ. അപ്പോൾ ഇറാഖിൽ നിന്ന് നേർ വിപരീത അവസ്ഥയാണ് ആ രാജ്യത്തുള്ളത്. ഇറാഖിൽ സദാം ഹുസൈന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു സുന്നി ഭരണകൂടം നിലനിന്നു. മഹാഭൂരിപക്ഷം ആളുകൾ ഷിയാക്കളായിരുന്നു. ഇവിടെ അലവൈറ്റ് ഷിയ ആയിട്ടുള്ള ഏകദേശം ടോട്ടൽ പോപ്പുലേഷന് 15% അലവൈറ്റ് ഷിയാക്കളാണ് സിറിയയിൽ. അവരുടെ നേതാവായിട്ട് പിന്നെ ബാക്കി ഷിയ വിഭാഗങ്ങൾ ചേർത്ത് 20%-ലധികം വരും. അപ്പോൾ ആ ഷിയ വിഭാഗത്തിന്റെ നേതാവായിട്ടാണ് ബാഷർ അൽ അസദിന്റെ ഭരണകൂടം അവിടെ നിലനിന്നത്. സ്വാഭാവികമായിട്ടും ഈ ഭൂരിപക്ഷം വരുന്ന സുന്നികൾക്ക് ഭരണക്രമത്തിലോ ബ്യൂറോക്രസിയിലോ സൈന്യത്തിലോ പ്രാതിനിധ്യമേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് അവിടെ HTS കടന്നു വന്നപ്പോൾ ജനങ്ങൾ സ്വീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ പുതിയ ഒരു ജനാധിപത്യ സ്വപ്നം കണ്ടിട്ടൊന്നുമല്ല ആളുകൾ സ്വീകരിക്കുന്നത്. മറിച്ച് ഒരു ഷിയ റെഷീം, ഒരു ന്യൂനപക്ഷ ഷിയ റെഷീം ഭൂരിപക്ഷ ജനതയുടെ മേലെ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ 50 വർഷക്കാലമായി. അതിന് അന്ത്യം കുറിച്ചിരിക്കുന്നു എന്നതാണ് അവിടെ ദമാസ്കസിന്റെ തെരുവീതികളിൽ നാം കാണുന്ന ആഘോഷ പ്രകടനങ്ങളുടെ ഒരു ഫലം. ഇവിടെ അവർ ഒരു കാരണവശാലും ഇസ്രായേലിനെതിരായിട്ട് തിരിയാൻ സാധ്യതയില്ല. കാരണം തുർക്കി ഇപ്പോഴും നാറ്റോയിൽ അംഗമാണ്. പാശ്ചാത്യ ശക്തികൾക്കെതിരായിട്ടുള്ള ഒരു ലോഞ്ചിങ് പാടായി സിറിയ ഞങ്ങൾ ഉപയോഗിക്കില്ല എന്ന് അബു മുഹമ്മദ് അൽ ജൊലാനി വെറുതെ പറഞ്ഞതല്ല. അത് അവരുടെ സർവൈവലിനെ എൻഷുർ ചെയ്യുന്ന ഏക ഘടകം അതാണ് എന്നതുകൊണ്ടാണ്. അവരുടെ സർവൈവലിനെ എൻഷുർ ചെയ്യുന്ന ഏക ഘടകം അതാണ്. അതുകൊണ്ട് തന്നെ അവര് ഡമാസ്കസിൽ തങ്ങളുടെ പിടി ഉറപ്പിക്കുവാനും അവിടെ ഒരു സ്ഥിരതയാർന്ന ഗവൺമെന്റ് ഉണ്ടാക്കുവാനും അതോടൊപ്പം ഈ സിറിയയിലെ മറ്റ് മതവിഭാഗങ്ങളുടെ മേലെ ശരീഅത്ത് നിയമം അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കാനായിരിക്കും ശ്രമിക്കുക. ആ കാര്യത്തിൽ അത്രയും ലെവലിൽ തീർച്ചയായിട്ടും തുർക്കിയുടെയും ഒരു പരിധിവരെ ഇസ്രായേലിന്റെ മൗന പിന്തുണയും അമേരിക്ക ഇടപെടാതിരിക്കൽ നയവും ഒക്കെ അവർക്ക് പ്രതീക്ഷിക്കാം. അത്രയും കാലം അവർ സർവൈവ് ചെയ്യും. അതിനപ്പുറത്തേക്ക് ഒരു പക്ഷേ ഇസ്ലാമിക് സ്റ്റേറ്റ് ഒക്കെ ചെയ്തതുപോലെയുള്ള ക്രൂരകൃത്യങ്ങളിലേക്ക് കടന്നാൽ സ്വാഭാവികമായിട്ടും ലോകം മുഴുവനും അവർക്ക് എതിരാകും. അത്തരം ഒരു ഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന വിഭവശേഷിയോ പോരാട്ട വീര്യമോ ഒന്നും ഈ സംഘത്തിനില്ല. ഇപ്പൊ നിലവിലുള്ള കണക്ക് പ്രകാരം തന്നെ അവർക്ക് 25,000-ൽ താഴെ പോരാളികളാണുള്ളത്. സിറിയൻ സൈന്യം നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാതെ പിൻവാങ്ങുകയാണ് ചെയ്തത്. അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഖാസി അൽ ജലാനി അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, ഞങ്ങളൊരു ന്യൂ ഓർഡറിന് വേണ്ടി ഈ ഡമാസ്കസ് വളഞ്ഞ പോരാളികളുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരുപക്ഷെ സൈന്യത്തിൽ നിന്നും ബ്യൂറോക്രസിയിൽ നിന്നും ജനങ്ങളിൽ നിന്നും അകന്ന ഒരു ഭരണമായിരുന്നു അസദിന്റേത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പിന്തുണ JTS കിട്ടിയതും അതവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണല്ലോ പ്രധാനമന്ത്രി ഈ സംഘടനയ്ക്ക് പിന്തുണ നൽകുന്നതും. ശ്രീ